കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. യാത്രക്കാരുടെ ജീവന് ഭീഷണിയായി MC റോഡിലെ തകർന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ. ആറൂർ മഞ്ഞുമാക്കിത്തടത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്ന നിലയിൽ. MC റോഡ് നവീകരണത്തിന്റെ ഭാഗമായി 10 വർഷം മുമ്പ് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ തകർച്ചയുടെ വക്കിൽ. ആറൂർ മഞ്ഞുമാക്കിത്തടത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിലവിൽ ശക്തമായ കാറ്റിൽ തകർന്ന നിലയിലാണ്. ഇതിന്റെ മേൽക്കുരയിലെ ഷീറ്റുകളും മറ്റ് ഇരുമ്പ് തൂണുകളും ഏത് സമയത്തും റോഡിലേക്ക് പറന്നു വീഴാവുന്ന അവസ്ഥയിലാണുള്ളത്. ഇത് വലിയൊരു അപകടത്തിന് കാരണമാകുമെന്നാണ് നാട്ടുകാർ ആശങ്കപ്പെടുന്നത്. സമാനമായ രീതിയിൽ റോഡിലെ മറ്റ് പലയിടങ്ങളിലെയും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നാശത്തിന്റെ വക്കിലാണ്. KSTP നടത്തിയ റോഡ് നവീകരണ പ്രവർത്തികളുടെ ഭാഗമായാണ് ഇവ നിർമ്മിച്ചത്. എന്നാൽ നിലവിൽ ഇവയിൽ ഭൂരിപക്ഷവും കാടുകയറി നശിച്ച നിലയിലാണ്. പലതും ചോർന്നൊലിക്കുന്നത് മൂലം മഴയത്ത് കയറി നിൽക്കാൻ പോലും യാത്രക്കാർക്ക് കഴിയുന്നില്ല. കൃത്യമായ പഠനം നടത്താതെ യാത്രക്കാർക്ക് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലാണ് ഇവയിൽ പലതും സ്ഥാപിച്ചിരിക്കുന്നതെന്ന പരാതിയും ശക്തമാണ്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഈ പൊതുമുതൽ കൃത്യമായി പരിപാലിക്കാതെ നശിക്കാൻ വിട്ടതിനെതിരെ വ്യാപക പ്രതിഷേധമുണ്ട്. അപകട ഭീഷണി ഉയർത്തുന്ന ഇത്തരം കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തി ജനോപകാരപ്രദമായ രീതിയിൽ പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.